പിടിക്കണം അമ്മ? വേണ്ട, ബാഗത്തെ സീറ്റിലെ ബാഗ് ഉണ്ട്, എടുത്തോണ്ട് വാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ റിസ്ക് എടുക്കണ്ടെന്ന്. റിസ്ക് എടുത്തോണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ആ ഡയറിയിൽ എഴുതിയ എല്ലാം സത്യം തന്നെയാ. അതല്ല, നീ എന്തിനാണ് ഡിസ്ചാർജ് ചെയ്തത്? ഡോക്ടർ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നല്ലേ പറഞ്ഞത്? ആ ഡയറിയിൽ നിന്ന് ഒരു കീറിയ പേജ് കിട്ടി ഇന്ന് രാവിലെ. സെപ്റ്റംബർ 1. ഇത് ഞാൻ എഴുതുന്നത് ഹോസ്പിറ്റൽ മോർച്ചറിയുടെ മുന്നിലിരുന്നാണ്. എന്റെ സഹോദരൻ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. ഓ, അപ്പൊ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നതാണ്. അതെ, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലേ ചന്തയിൽ ആക്രമിക്കും. ഇപ്പൊ തന്നെ ഡയറിയിലെ പോലെ പച്ചക്കറി വിൽക്കാൻ ചന്തയിൽ പോയപ്പോഴല്ലേ ഈ ആക്സിഡന്റ് ഉണ്ടായത്. വിധി തിരിച്ചുവിടാനൊരു ശ്രമം അല്ലേ? അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിന് എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല, പക്ഷെ ആ ജീവി ഇവിടെ വന്ന് എന്നെ കൊല്ലുകയെന്ന് എന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. അമ്മ അർജുവാമനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയതിനു ശേഷം ഞങ്ങൾ ആ ഡയറി ഒന്നും കൂടെ വിശദമായിട്ട് പരിശോധിച്ചു. സഹായത്തിന് ദിയെ നിക്കിയും കൂടി. എന്താ ചേച്ചി, ഡയറിയിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ മാമനെ രക്ഷിക്കാൻ? അതും നോക്കണം, പക്ഷെ എനിക്ക് വേറെയും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അത് മാമൻ പറഞ്ഞ പോലെ ഡേറ്റിന്റെ ചില കാര്യങ്ങളാണ്. ഡേറ്റിന്റെ കാര്യം ദിയമ്മോളോട് ചോദിച്ച് കൺഫേം ആക്കിയാണല്ലോ, പിന്നെന്താ? അതല്ല, ദേ ഇത് ഓഗസ്റ്റ് 29 കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേറ്റ് ഇതാ സെപ്റ്റംബർ 8 പിന്നെ കിട്ടിയത് ഈ കീറിപ്പോയ പേജാണ് ഓഗസ്റ്റ് 31. പിന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് എഴുതിയ കടലാസും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി വായിച്ചാണല്ലോ. ആണ്, പക്ഷെ ഓഗസ്റ്റ് 31 പേജിൽ എഴുതിയിരിക്കണത് നോക്ക്. ബ്രൗണിയുടെ വേർപാടിൽ മനം നൊന്തിരിക്കുന്ന നേരത്താണ്. സെപ്റ്റംബർ 8 തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ട ബ്രൗണി. അതേ ബ്രൗണിയുടെ വേർപാടിൽ ഓഗസ്റ്റ് 31 ഇവരെന്തിനാണ് മനം നൊന്തിരിക്കണത്? ചേടാ, ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. അതല്ല, ഇനി 29-നും 30-നും ഇടയിൽ വല്ലതും നടന്നോ? ഒരുപാട് പേജസ് കീറിപ്പോയിട്ടുണ്ടല്ലോ. അതുപോലെ ഇനി ഓഗസ്റ്റ് 30 പേജ് കീറിപ്പോയതാണെങ്കിൽ അതൊരു സാധ്യതയാണ്. ചേച്ചി ശരിക്കൊന്ന് നോക്ക്. ദേ ഇവിടെ നോക്ക്, ഇവിടെ ഒരു പാട് കാണുന്നില്ലേ? തെളിയാത്ത എന്തോ എഴുത്താണെന്ന് തോന്നുന്നു. ചിലപ്പം മഷി കഴിഞ്ഞ പേന കൊണ്ട് എഴുതിയപ്പോ വന്നതാവും. അല്ലല്ല, ഇത് മുൻപത്തെ പേജിൽ എഴുതിയതിന്റെ പാടാണ്. പക്ഷേ ഇതിന്റെ പാടല്ല താനും. ഇതിന്റെ ആയിരുന്നെങ്കിൽ ഈ പേജിന്റെ പുറകിൽ വരേണ്ടതല്ലേ? അപ്പൊ ആ എഴുത്തിന്റെ പാടല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഊഹം കറക്റ്റാണ്. അതെ, ഇതിന്റെ ഇടയിൽ ഒരു പേജ് മിസ്സിംഗ് ആണ്. അതിലെഴുതിയ പാടാണ് ഇത്. പക്ഷേ ഇതെന്താന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. അതറിയാൻ എൻ്റെ അടുത്തൊരു ട്രിക്ക് ഉണ്ട്. എന്ത് ട്രിക്ക്? ഇങ്ങോട്ടാ നോക്കട്ടെ. ഒരു ജെൽപ്പെൻ കിട്ടോ? ആ, ഞാൻ എടുത്തുകൊണ്ടുവരാം. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാ. യെസ്, ഓഗസ്റ്റ് 30 ബ്രൗണിയെ കുറിച്ച് എന്തോ എഴുതിയിട്ടുണ്ട്. എന്ന് ഈ ഡയറി ശരിക്കും തപ്പ്. ആ പേജും എവിടെയെങ്കിലും മടക്കി വെച്ച് കാണണം. എന്റെ കൈ നിങ്ങളാരും വായിക്കി. ഞാൻ വായിക്കാം. ഓഗസ്റ്റ് 30. ഞങ്ങളുടെ വളർത്തുനായ ബ്രൗണിയെ രാവിലെ മുതൽ കാണാനില്ല. എവിടെ പോയെന്ന് ഒരറിവുമില്ല. അവന്റെ വേർപാടിൽ എല്ലാവരും പരിഭ്രാന്തരാണ്.
രമേശ് അന്വേഷിച്ചു പോയിട്ടുണ്ട്. പുലർച്ചെ ഞാൻ എഴുന്നേറ്റ സമയത്ത് പുറകുവശത്ത് നിന്നും ഒരു കോഴിയുടെ ശബ്ദം കേട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. പിന്നീട് പക്ഷേ ബ്രൗണിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ കാണാതായ ബ്രൗണിയെ പിന്നെ കാണുന്നത് തോട്ടത്തിൽ ചത്ത നിലയിലാണ്. ആയിരിക്കാം, അല്ലാതിരിക്കാം. അതെന്താ അങ്ങനെ ടോക്ക്? അല്ല, ഈ സെപ്റ്റംബർ 1-ന്റെ 8-ന്റെ ഇടയ്ക്ക് വേറെന്തെങ്കിലും നടന്നോ നമുക്ക് അറിയില്ലല്ലോ. അതും ശരിയാ. പക്ഷെ അതൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്കറിയേണ്ട മെയിൻ കാര്യം അറിയണം. അതെന്ത് കാര്യം? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതുകൊണ്ട് മാത്രം മാമൻ ഈ രാത്രി കടന്നു പോവെന്ന്. ഒരു കുഴപ്പമില്ലാതെ മാമൻ ഈ രാത്രി കടന്നു പോയാൽ പിന്നെ പേടിക്കണ്ട. ഡയറിയിലെ പല കാര്യങ്ങളും നമുക്കിതുപോലെ മാറ്റിമറിക്കാം. സെപ്റ്റംബർ 8-ലെ എൻ്റെ കാര്യം ഉൾപ്പെടെ. മാമ ഇന്ന് ശരിക്കും സൂക്ഷിക്കണം. ഒരു കാരണവശാലും റൂം വിട്ട് പുറത്തിറങ്ങരുത്, എന്തൊക്കെ സംഭവിച്ചാലും. നമ്മളെ വഴി തെറ്റിക്കുന്ന പല കാര്യങ്ങളും കണ്ടെന്നു വരും. പതറരുത്. മനഃശക്തിയാണ് പ്രധാനം. പിന്നെ കാല് കട്ടിലയിൽ കയറ്റി വെക്കണം. അന്നത്തെ ഓർമ്മ ഉണ്ടല്ലോ. ഉണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. നിങ്ങൾ ഈ ചുറ്റും കൂടി നിന്ന് പേടിപ്പിക്കാതിരുന്നാ മതി. മാമനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങളെല്ലാം ഉണ്ട് ഈ രാത്രി മാമന് കൂട്ടായിട്ട്. അത് ഞാൻ കണ്ടു. അന്നെല്ലാരും കൂടി കരഞ്ഞു മെഴുകണത് ഞാൻ കണ്ടു. ഡോൺ വെറി മാമ, ഒന്നും സംഭവിക്കൂല. കൂടിപ്പോയാ ഒന്ന് മരിക്കും, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ ആത്മാവിന്റെ ശാന്തിക്കായി. ആത്മാവോ? അതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ? ഓ സോറി, ഈ അർജുനന്റെ രക്ഷയ്ക്കായി. ആ ജീവി മാമനെ കൊല്ലും അമ്മ. ഇല്ല, കൂടിപ്പോയാ ജസ്റ്റ് ഒന്ന് ആക്രമിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാതിരിക്കണോ അതോ പേടിപ്പിക്കാതിരിക്കണോ? ഇടി വെട്ടിയതാ. ആ ജീവി എന്താ ഇതുവരെ വരാത്തെ? എന്താ വരാത്തെന്നോ? ബാക്കിയുള്ളവരോട് വരല്ലെന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാ. അല്ല, ആ ജീവി എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയാനാ. നീ ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെ അവളുടെ ഓരോരോ ആഗ്രഹങ്ങള്. ഒന്നും മിണ്ടാണ്ടിരിക്കും എല്ലാരും. പഴയ പോണ അജ്ഞാത ജീവി നിങ്ങളെ ശബ്ദം കേട്ട് കേറി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. മഴ പെയ്തല്ലോ, ഇനി ആ ജീവി വന്ന ശബ്ദം കേൾക്കുവോ? അതല്ല, ഈ ചെല്ലെന്താ ഒരു വെളിച്ചം? അത് അപ്പുറത്തെ വീട്ടിലെ ലൈറ്റിന്റെ വെളിച്ചായിരിക്കും. അപ്പൊ അവിടെ കറണ്ട് ഉണ്ടോ? അവിടുത്തെ ഇൻവെർട്ടറിൽ ചാർജ് കാണും. ഇവിടുത്തെ നന്നാക്കില്ലേ ഇതുവരെ? ഇതിന്റെ ഇടയ്ക്ക് അതിലൊക്കെ എവിടെയാ സമയം? അയ്യോ, ആ ജീവി വന്നോ? എങ്ങോട്ടാ മാമ ഓടുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങി രക്ഷപ്പെടാ. പുറത്തിറങ്ങി ആ ജീവി പിടിച്ച് കൊല്ലും. അയ്യോ, ജനൽ തുറക്കാനുള്ള പരിപാടിയാണ്. ജനൽ തുറക്കാൻ സമ്മതിക്കരുത്, പോയി തടയേ. പിന്നെ ഞാൻ പോയ നീ.
ഒന്ന് നോക്കിക്കേ.